ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ കറിയും നെയ്പത്തിരിയുമാണ്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഒരു ടൊമാറ്റോ, ഒരു ഒനിയൻ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 6 പച്ചമുളക്, ചെറുപയർ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. കുക്കർ അടുപ്പിൽ വെച്ച് കഴുകി വെച്ച ചെറുപയർ അതിലിടുക. കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും തക്കാളിയും ഒക്കെ അതും കുക്കറിലേക്ക് ഇടുക. മസാലകളും ഇട്ട് വെള്ളവും ഒഴിക്കുക. ചെറുപയർ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിക്കണം. ഉപ്പും ചേർക്കുക. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചതാണ്, അതും ചേർക്കുക. കുക്കർ അടച്ച് വെച്ച് 5 വിസിൽ ഇടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾക്കിനി നെയ്പത്തിരി തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങയിലേക്ക് പെരിഞ്ചീരകവും ചെറിയുള്ളിയും ചേർത്ത് അരക്കുക. പത്തിരിപ്പൊടിയും പിട്ടുപൊടിയും തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം പത്തിരിപ്പൊടിയിലേക്ക് പിട്ടുപൊടി ചേർക്കുക. അരച്ച് വെച്ച തേങ്ങയും ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് നല്ലപോലെ പൊടി കുഴക്കുക. ഞാനിത് പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴച്ചത്, ചൂടുവെള്ളത്തിലല്ല. ചോറ് വയ്ക്കുന്ന അരിയാണ് പൊടിച്ചത്. നല്ലപോലെ കുഴച്ച് വയ്ക്കുക. ചെറുപയറിലേക്ക് ആവശ്യമുള്ള തേങ്ങ അരയ്ക്കാം. കുക്കറിൻ്റെ വിസിൽ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അരച്ച് വെച്ച തേങ്ങ ചെറുപയറിലേക്ക് ഒഴിക്കുക. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം തിള വന്നതിൻ്റെ ശേഷം കറിവേപ്പില ഇടുക. കറി തൂമിക്കാൻ ആവശ്യമായ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിടുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ തേങ്ങ കൊത്തിടുക. കറിവേപ്പിലയും അതൊന്ന് മൂത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം കറിയിലേക്ക് ഒഴിക്കുക. നെയ്പത്തിരി തയ്യാറാക്കാൻ ആവശ്യമായ ചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിക്കുക. നെയ്പത്തിരി ഓരോന്നായി പരത്തി തിളച്ച് വരുന്ന ഓയിലിലേക്ക് ഇടുക. രണ്ട് പുറവും നല്ലോണം വേവുന്നത് വരെ മൊരിയിച്ചെടുക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണ് ഇത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം.